Hi, my dear friends. I'm your teacher Amma and welcome back to my Easy English class. Today, I will give some examples about tenses. Present tense, past tense and present perfect tense. You please write them down. So let's go to the class. I say, ഞാൻ പറയുന്നു. I say, ഞാൻ പറയുന്നു. Present tenseലുള്ള ഒരു വാക്യം. I said, ഞാൻ പറഞ്ഞു. I said, ഞാൻ പറഞ്ഞു. അത് പാസ്റ്റ് ടെൻസിൽ വരുമ്പോൾ. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ വരുമ്പോൾ I have said, I have said, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നു, ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ട്. I say, I said, I have said. അതേപോലെ കൂടുതൽ എക്സാമ്പിൾസ് ആണ് തന്നിട്ടുള്ളത്. I sleep, ഞാൻ ഉറങ്ങുന്നു. I slept, ഞാൻ ഉറങ്ങി. I have slept, ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. I sleep, I slept and I have slept. I run, ഞാൻ ഓടുന്നു. I ran, ഞാൻ ഓടി. I run, ഞാൻ ഓടുന്നു. I ran, ഞാൻ ഓടി. I have run, ഞാൻ ഓടിയിട്ടുണ്ട്. ഞാൻ ഓടിയിട്ടുണ്ട്. I eat, ഞാൻ കഴിക്കുന്നു. I ate, ഞാൻ കഴിച്ചു. I have eaten, ഞാൻ കഴിച്ചിട്ടുണ്ട്. I drink, ഞാൻ കുടിക്കുന്നു. I drank, ഞാൻ കുടിച്ചു. I have drunk, ഞാൻ കുടിച്ചിട്ടുണ്ട്. I get, എനിക്ക് ലഭിക്കുന്നു. എനിക്ക് കിട്ടുന്നു. I got, എനിക്ക് കിട്ടി അല്ലെങ്കിൽ എനിക്ക് ലഭിച്ചു. I have got, എനിക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. I do, ഞാൻ ചെയ്യുന്നു. I did, ഞാൻ ചെയ്തു. I have done, ഞാൻ ചെയ്തിട്ടുണ്ട്. I have, എനിക്കുണ്ട്. I had, എനിക്ക് ഉണ്ടായിരുന്നു. I have had, എനിക്ക് ഉണ്ടായിട്ടുണ്ട്. And the last one, I am a teacher. I am, ഞാനാണ്. ഞാനൊരു ടീച്ചറാണ്. I was, ഞാനായിരുന്നു. I was a teacher, ഞാനൊരു ടീച്ചർ ആയിരുന്നു. I have been a teacher, ഞാനൊരു ടീച്ചർ ആയിട്ടുണ്ട്. ഇവിടെ വർഷം കൂടി അല്ലെങ്കിൽ ഒരു ടൈം കൂടി സൂചിപ്പിക്കും. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആയതിനാൽ ഞാൻ ഇത്ര വർഷമായി ഒരു ടീച്ചർ ആയിട്ടുണ്ട്. I have been a teacher, ഞാൻ അധ്യാപിക ആയിട്ടുണ്ട്. Here I wind up today's class. See you in the next class. Till then, bye-bye.